ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങളിപ്പോൾ തങ്കമണി ടൗൺ വരെ പോയിരിക്കുകയാണ്. അതിനു മുമ്പേ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് തങ്കമണി വരെ പോവാം. ഞങ്ങൾ 3 പേരെ പോകുന്നുള്ളൂ. കുഞ്ഞും പൊന്നൂട്ടിയും വീട്ടിൽ, മിന്നുട്ടിയും ഞാനും അന്നമോളുമാണ് പോകുന്നത്. അന്നമോൾ എൻ്റെ വീട്ടിലെ കുഞ്ഞാവയാണ്. അന്നമോൾ അവളെയും കൊണ്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ മിന്നൂട്ടിൻ്റെ പല്ല് ഇതാണ് അന്നമോൾ. അങ്ങനെ മിന്നൂട്ടിയും ഞാനും അന്നമോളും നടന്നാണ് പോകുന്നത്. ഞങ്ങളിന്ന് വണ്ടിയിലൊന്നും കയറുന്നില്ല. ഇഷ്ടം പോലെ വണ്ടിയുണ്ട്. ഞങ്ങൾ വണ്ടിയെ കയറാതെ നടന്നു പോകാൻ വേണ്ടി നടന്നു പോകുന്നതാണ്. ഞങ്ങൾക്കൊരു നല്ല രസം തോന്നി ഇന്ന് നടന്നു പോകാൻ. ഒരുപാട് നാളായി ഇതിലേക്ക് നടന്നൊക്കെ പോയിട്ട്. അപ്പോൾ ഇപ്പം നടന്നു പോകാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പം നല്ല രസമാണ്. നിങ്ങൾക്കും ഇങ്ങനെ നടക്കാനൊക്കെ ഇഷ്ടമല്ലേ? സ്വന്തം നാട്ടിലൊക്കെ ചെന്നിട്ട് പണ്ട് മുതൽ ചെറുപ്പം മുതൽ നടന്നു വളർന്ന വഴിയെ കൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ്. അങ്ങനെ നടന്ന് ഞങ്ങൾ ഏകദേശം തങ്കമണി അടുക്കാറായി. ഇതാണ് തങ്കമണി സിറ്റി. കുറേ കരോട്ട് നിന്ന് ഞങ്ങൾ വീഡിയോ എടുത്തതാണ് ഇത്. അവിടെ വരെ ചെല്ലണമെങ്കിൽ കുറച്ച് നടന്നാൽ മതി. ഒരു വളവ് തിരിഞ്ഞാൽ ടൗണിൽ നമ്മളെത്തും. ഞങ്ങൾ ദന്താശുപത്രിയിലേക്കാണ് പോകുന്നത്. കണ്ടോ, മിന്നുട്ടിയുടെ പല്ലിനൊരു ചെറിയ പോടുണ്ട്, അത് അടപ്പിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ദന്താശുപത്രി എത്താറായി. ഇനിയിപ്പം ഒരു വളവ് കഴിഞ്ഞാൽ സിറ്റി എത്തും. ദന്താശുപത്രിയിൽ ഞങ്ങൾ എത്തി. ഇനിയാണ് ടിസ്റ്റ്. ഇവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ചീട്ടൊക്കെ എടുത്തു. പക്ഷെ തിരക്ക് കാരണം കുഞ്ഞെണീറ്റെന്ന് പറഞ്ഞു ഫോൺ വിളിച്ചപ്പോൾ. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് വല്യപ്പൻ്റെ മക്കളൂടെ കളിക്കുക. എൻ്റെ പപ്പ ഇങ്ങനെ കുഞ്ഞുമക്കളുടെ കൂട്ടത്തിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് കുഞ്ഞുവാവ ഭയങ്കര ഒരു വെയിലായിരുന്നു ഇന്ന്. അപ്പോൾ കുഞ്ഞിനെ ഞങ്ങൾ പുറത്ത് ഷീറ്റൊക്കെ ഇട്ട് കിടത്തി കളിപ്പിക്കുക. അപ്പോൾ ഒരു ചെറിയ കാറ്റുണ്ട്. ഇത് കണ്ടോ, കിണറാണ്. അതെൻ്റെ വീട്ടിലെ കുഞ്ഞൊരു കിണറാണ്. നല്ല ഉറവയുള്ള നല്ല തണുത്ത വെള്ളമുള്ള ഒരു കിണറാണ് ഞങ്ങളുടെ വീട്ടിലെ. കടയുടെ പുറകിലാണ്. ഈ കടയുടെ പേര് നമ്മുടെ കട എന്നാണ്. കടയുടെ പേരാണ് നമ്മുടെ കട. നമ്മുടെ കട എന്ന് പറയും. അങ്ങനെ ഇത് ഞങ്ങളുടെ കടയാണ്. എല്ലാവിധ സാധനങ്ങളുമുണ്ട്. ഞങ്ങളുടെ ലുലു മാളാണത്. പിന്നെ ഇത് വീട്ടിലേക്ക് ഞങ്ങൾ വീണ്ടും കടയിൽ നിന്ന് ഇറങ്ങി വന്നു. വിശക്കുമ്പം കടയിലോട്ട് ഇറങ്ങിപ്പോകും. ചെറിയ എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ ആയിട്ടും നാരങ്ങ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ടും ചായ കുടിക്കാനൊക്കെ പോകും. അങ്ങനെ ഞങ്ങൾ വീണ്ടും കടയിൽ നിന്ന് കയറി വന്നു. കയറി വന്നപ്പം മമ്മി അവിടെ കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ ഇനിയും വേറെ 2 കഥാപാത്രങ്ങളുണ്ട്. എൻ്റെ ചേട്ടായിയും ചേച്ചിയും അവരിവിടെ ഇല്ല. ഞങ്ങൾക്കൊരു കോഴിക്കടയുണ്ട്. അവിടെ ഇന്ന് കോഴി വെട്ടാൻ പോയേക്കുവാ 2 പേരുടെ. ചിക്കൻ ഓർഡറുണ്ട്. അപ്പോൾ ചിക്കൻ കൊടുക്കാൻ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവരെ കാണാത്തത്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഇതുകൊണ്ട് പുളി ഉണങ്ങാനിട്ടിരിക്കുന്ന കുടംപുളി. അപ്പോൾ കപ്പ ബിരിയാണിയൊക്കെ റെഡി ആയി. അപ്പോൾ കപ്പ ബിരിയാണി ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോഴത്തേനും ചേട്ടായി വന്നു. ഞങ്ങളെല്ലാവരും സന്തോഷമായിട്ട് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾക്ക് പോരേണ്ട സമയമായി. രാവിലെ ഞങ്ങൾ ചേട്ടായി കൊണ്ടുപോയി വിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ചേട്ടായി വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും പോരുകയാണ്. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ ഇത്രയും.